ഗായത്രിയിലേക്ക് ഒരു തീർത്ഥയാത്ര എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. ഗായത്രി ഗുരുകുലം സ്ഥാപക ആചാര്യനും ഗായത്രി ഉപാസകനുമായ അരുൺ പ്രഭാകരൻ പ്രഭാഷണം നടത്തി. ശ്രീ ആഞ്ജനേയ സേവാസമിതി പാലക്കാട് രാപ്പാടിക്ക് സമീപത്തെ കദളീവനം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പ്രഭാഷണം ശ്രവിക്കാൻ നൂറുകണക്കിന് ഭക്തർ എത്തിച്ചേർന്നു. ഋഷിപ്രോക്തമായ ഭാരതീയ സംസ്കാരത്തിൽ ഗായത്രി മന്ത്രം അമൂല്യമാണ്. വേദങ്ങളിൽ തുടങ്ങി ശ്രീമദ് ഭാഗവതവും രാമായണവും ഭഗവത്ഗീതയും കുലദേവതയും ദിവ്യമായ ഗായത്രി മന്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു കൗതുകം, ഒരു കുതൂഹലം, അതെന്താ ആടെന്തോ കിട്ടോ എന്താ അറിഞ്ഞിട്ടിപ്പോ കാര്യമില്ല എന്നറിയാറ്. അത് കുതൂഹലമാണ്. എല്ലാ വിഷയങ്ങളും ഇപ്പോൾ പാഠശാലയിൽ തന്നെ ഒരുപാട് ശിഷ്യന്മാർ എന്നെ കാണാൻ വരുമ്പോൾ പലതും ചോദിക്കാറുണ്ട്. 100 ചോദ്യം ചോദിച്ചാൽ 99നും ഞാൻ മറുപടി പറയില്ല. എന്നാൽ മറുപടി പറഞ്ഞില്ല എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാക്കില്ല. ഇപ്പൊ എന്റെ ചോദിച്ചു റബ്ബറിനൊക്കെ വില കുറഞ്ഞൂല്ലേ, അപ്പൊ ഈ വിഷയം എന്തായി, റബ്ബറിലേക്ക് മാറും. അവരെ ചോദ്യം വിട്ടു. അപ്പൊ നരേന്ദ്രമോദിക്ക് ഞാൻ ആക്രമിക്കായിരുന്നു. നരേന്ദ്രമോദി ആ വിഷയം നരേന്ദ്രമോദിയായി. ഇവരെ ചോദ്യം പോയി. എനിക്ക് ഇത്രേ ആവശ്യമുള്ളൂ. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് വരെ അവൻ ആ ചോദ്യത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് എനിക്കറിയണ്ടേ. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ എന്താ, ഒരു കൗതുകം മാത്രമാണ്. അതിനൊന്നും മറുപടി പറയാൻ പാടില്ല എന്നാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം. എനിക്കിതല്ല, എല്ലാ ഗുരുക്കന്മാരും അങ്ങനെ തന്നെയാണ്. എന്നാൽ രണ്ടാമതൊന്നുണ്ട്, ജിജ്ഞാസ. ഉത്തരം കിട്ടിയാലേ വിടൂ. ഈ അട്ടം പിടിച്ചാൽ മതിയാ, ഒരു രക്ഷയില്ല. പറഞ്ഞു കൊടുക്കേണ്ട വേണ്ടി വരും. അപ്പൊ എപ്പോഴാണോ ഒരു ജിജ്ഞാസു ജനിക്കുന്നത്, ജിജ്ഞാസുവിന് മാത്രമേ ഉത്തരങ്ങൾ കൊടുക്കാവൂ എന്ന് പറയും. അതുകൊണ്ട് ആദ്യം ഉണ്ടാകേണ്ടത് ജിജ്ഞാസയാണ്. ഗായത്രിയുടെ മാഹാത്മ്യം, ഗായത്രി ഉപാസനയുടെ ഫലങ്ങൾ, ഗായത്രി ധ്യാനം എന്താണ്, എങ്ങനെ, എപ്പോൾ ചെയ്യാം, ആർക്കൊക്കെ ആവാം എന്നിവയെക്കുറിച്ചാണ് പ്രഭാഷണം നടത്തിയത്. വേദമാതാവും മന്ത്രമാതാവുമായ ഗായത്രി മന്ത്രം അടുത്തറിയാനാണ് ഗായത്രി ഗുരുകുലം പ്രഭാഷണം സംഘടിപ്പിച്ചത്. UTV ന്യൂസ്, പാലക്കാട്.